നമസ്കാരം. ഇന്ന് ഇന്ത്യൻ വിപണികൾ പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി 25,044-ലും സെൻസെക്സ് 82,085-ലും ക്ലോസ് ചെയ്തു. 188 പോയിന്റാണ് സെൻസെക്സിന് നേട്ടമുണ്ടായത്. നിഫ്റ്റിക്ക് 72 പോയിന്റും. ഒരവസരത്തിൽ 1100 പോയിന്റോളം പ്ലസിലേക്ക് സെൻസെക്സ് വന്നതാണ്. അതുപോലെ നിഫ്റ്റി 300 പോയിന്റിന് മേളിൽ പ്ലസ് ആയിട്ട് വന്നതാണ്. ഹൈയിൽ നിന്ന് ഇത്രയും പോയിന്റ് കറക്റ്റ് ചെയ്താണ് ഇന്ന് ക്ലോസ് ചെയ്തത്. എങ്കിലും 25,050-ന് തൊട്ട് താഴെ നിഫ്റ്റി ക്ലോസ് ചെയ്യാൻ സാധിച്ചു. മിഡ് ക്യാപ്പ് 0.5%, സ്മോൾ ക്യാപ്പ് 0.71% പ്ലസ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കകം ഇറാൻ ഇസ്രായേലിലേക്ക് മിസൈലുകൾ തൊടുത്തതും അത്തരത്തിൽ വീണ്ടും ഇതുപോലെ ആക്രമണം ഉണ്ടായാൽ, അതായത് വെടിനിർത്തൽ ലംഘിച്ചാൽ കനത്ത തിരിച്ചടി നൽകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നുള്ള രീതിയിൽ ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ നിർദ്ദേശമാണ് മാർക്കറ്റ് കറക്റ്റ് ചെയ്യാനുണ്ടായ ഒരു കാരണം. ഇത്തരത്തിൽ വെടിനിർത്തൽ ഫലപ്രദമാകുകയില്ല എന്നുള്ളതും വീണ്ടും ഇത് ലംഘിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലാണ് ഇൻവെസ്റ്റേഴ്സും ട്രേഡേഴ്സും പൊതുവെ വിലയിരുത്തിയത്. അപ്പോൾ അതേ തുടർന്ന് മാർക്കറ്റുകൾ ഇതൊരു സെല്ലിങ്ങിന് കാരണമായി. മറ്റൊരു രീതി, ഇത് ഇറാൻ നിഷേധിച്ചിട്ടുണ്ട്, പക്ഷേ എങ്കിൽ പോലും മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കയറ്റത്തിൽ നിന്ന് പോയിന്റുകൾ നഷ്ടപ്പെടാൻ അത് ഇടയാക്കി. മറ്റൊന്ന്, ഇത്തരത്തിൽ അനിശ്ചിതത്വം കൂടുതൽ ഉണ്ടാകുന്നതിനാൽ ഉള്ള നേട്ടം പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഇറങ്ങാനായിട്ട് ട്രേഡേഴ്സ് തീരുമാനിച്ചതും മാർക്കറ്റ് താഴേക്ക് വരുന്നതിന് മറ്റൊരു കാരണമായി. മറ്റൊന്ന്, എക്സ്പയറി റിലേറ്റഡ് വോളറ്റാലിറ്റിയാണ്. ഈ മാസത്തെ എക്സ്പയറി ഈ വ്യാഴാഴ്ചയാണ്. അപ്പോൾ അത് റിലേറ്റഡ് റോൾ ഓവറും അതുപോലെ പ്രോഫിറ്റ് ബുക്കിങ്ങും പൊസിഷൻ മാറ്റി പിടിക്കുന്നതും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അത്തരത്തിലൊരു എക്സ്പയറി റിലേറ്റഡ് വോളറ്റാലിറ്റി മാർക്കറ്റിൽ ദൃശ്യമായിരുന്നു. ഇതെല്ലാം കൂടെ കൂടിയാണ് നിഫ്റ്റിയും സെൻസെക്സും ഇത്രയും പോയിന്റ് നേട്ടത്തിൽ മാത്രമേ ക്ലോസ് ചെയ്യാൻ സാധിച്ചുള്ളൂ. PSU, മെറ്റൽ, പ്രൈവറ്റ് ബാങ്ക് എന്നിവയൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെച്ചപ്പോൾ മീഡിയ, ഓയിൽ, ഗ്യാസ് ഒക്കെ ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. അതുപോലെ തന്നെ US ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ഏതാണ്ട് 300 പോയിന്റോളം പ്ലസിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഏഷ്യൻ മാർക്കറ്റും യൂറോപ്യൻ മാർക്കറ്റും നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തത്. ഇപ്പോൾ ജൂലൈ യോഗത്തിൽ, അതായത് ഫെഡിന്റെ ജൂലൈ യോഗത്തിൽ വീണ്ടും നിരക്ക് കുറയ്ക്കാൻ സാധ്യതയുണ്ട്. ഇത് ചർച്ചയ്ക്കെടുക്കാനുള്ള ഒരു സാധ്യതയുണ്ടെന്ന് ഫെഡ് ഗവർണർ മിഷേൽ ബോമാൻ സൂചന നൽകിയതും US വിപണിക്ക് ഒരു പോസിറ്റീവായിട്ടുണ്ട്. പണപ്പെരുപ്പവും തൊഴിൽ ഡേറ്റയും പിന്തുണ നൽകുന്നുണ്ടെങ്കിൽ ഈ താരിഫ് റിലേറ്റഡ് ഇഷ്യൂസ് കാര്യമായി പരിഗണിക്കേണ്ടതില്ല എന്നുള്ള തരത്തിലുള്ള ഒരു നിർദ്ദേശം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഇത് US വിപണിക്ക് ഈ ഫ്യൂച്ചേഴ്സ് ഇത്ര പോസിറ്റീവ് ആകാനുള്ള ഒരു കാരണമായി. ഇനി ഇന്ന് US വിപണി പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്താൽ ഒരുപക്ഷെ നാളെ അതിന്റെ ഒരു പ്രതിഫലനം ഇന്ത്യൻ മാർക്കറ്റിലും കണ്ടേക്കാം. അതുപോലെ ഇന്ത്യൻ റെയിൽവേ വീണ്ടും നിരക്ക് കൂട്ടുന്നു എന്ന തരത്തിലുള്ള വാർത്ത പുറത്തു വരുന്നുണ്ട്. ഗോൾഡ് ഏതാണ്ട് $70 താഴെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. മറ്റൊന്ന്, ഗോൾഡും ഏതാണ്ട് $50 ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്ന് താഴെയാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. ഒരുപക്ഷെ ഈ വെടിനിർത്തലിന്റെ തീരുമാനം വന്നതായിരുന്നു ഗോൾഡിനും ക്രൂഡിനും ഇതുപോലെ വിലത്തകർച്ച ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. താങ്ക് യു.